എല്ലാവർക്കും നമസ്കാരം. നമ്മളിനി ക്യൂ മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രമാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അങ്ങനെ നമ്മൾ ഒരു രാജ്ഞിയാണ് വരയ്ക്കുന്നത് കേട്ടോ. മുടി വരയ്ക്കുക, പിന്നെ പിരികം വരയ്ക്കുക, കണ്ണുകൾ വരയ്ക്കുക, മൂക്ക് വരയ്ക്കുക, വായ വരയ്ക്കുക. ഇനി കൈക്ക് മുകളിലുള്ള ആഭരണം വരയ്ക്കുക. അതുപോലെ നെറ്റിയിൽ കിടക്കുന്ന ആഭരണം വരയ്ക്കുക. മുടിക്ക് മുകളിലുള്ള മുടിക്കെട്ട് കൂടി വരയ്ക്കണം. ഇനി ക്യൂവിൻ്റെ വാലില്ലേ, ആ വാൽ ഉപയോഗിച്ചാണ് നമ്മൾ കൈ വരയ്ക്കുന്നത്. കയ്യിലൊരു ദണ്ട് പിടിച്ചിട്ടുണ്ട്, രാജദണ്ട്. അങ്ങനെ രാജദണ്ട് കൂടി വരയ്ക്കണം. രാജദണ്ട് വരച്ചു കഴിഞ്ഞു. ഇനി കാതിലുള്ള കമ്മൽ വരയ്ക്കുക. മുടി നന്നായി കറുപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്കെഴുതാം ക്യൂ ഫോർ ക്യൂൺ. കണ്ടില്ലേ, ക്യൂ ഉപയോഗിച്ച് നമ്മൾ രാജ്ഞിയെ വരച്ചു. ഇനി R ഉപയോഗിച്ചാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. R ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു മുയലിനെയാണ് വരയ്ക്കുന്നത്. കണ്ടോ, വലിയ ചെവികൾ വരയ്ക്കുക. പിന്നെ മൂക്ക് വരയ്ക്കണം, വായ വരയ്ക്കണം, കണ്ണ് വരയ്ക്കണം, മുയലിൻ്റെ മീശ വരയ്ക്കണം. പിന്നെ ആറിൻ്റെ വാലില്ലേ, ആ വാല് കൊണ്ടാണ് നമ്മൾ കൈ വരയ്ക്കുന്നത്. പിന്നെ ഇതുപോലെ കാല് വരയ്ക്കുക. അങ്ങനെ 6 കൊണ്ട് നമ്മൾ ഒരു വാല് കൂടെ വരച്ചപ്പോൾ മുയലച്ഛനെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാം RABBIT, റാബിറ്റ്. കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്തത് S കൊണ്ടാണ് വരയ്ക്കേണ്ടത്. S കൊണ്ട് ഇതുപോലെ കർവ് ലൈൻ വരച്ച് താഴേക്ക് സമമായി വരച്ച് എസിൻ്റെ സൈഡിൽ മുട്ടിച്ച് ചിറക് വരച്ച് അങ്ങനെ വരച്ച് കഴിയുമ്പോൾ എന്താകും? ഒരരയന്നമായി മാറും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരരയന്നം. അരയന്നത്തിൻ്റെ വാലും ഇതുപോലെ വരയ്ക്കണം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള അരയന്നത്തെ നമ്മൾ S കൊണ്ട് വരച്ചു കഴിഞ്ഞു. ഇനി അരയന്നം വെള്ളത്തിൽ നീന്തുകയാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ സർക്കിൾ ലൈൻസ് വരയ്ക്കണം. ഇനി എഴുതാം SWAN, സ്വാൻ. ഇനി നമുക്ക് അടുത്തത് T ഉപയോഗിച്ചുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. വലിയൊരു T വരയ്ക്കണം.
ടിയുടെ മുകളിലായിട്ട് 2 സ്ലാൻഡിങ് ലൈൻ, ചെരിഞ്ഞ ലൈനുകൾ വരയ്ക്കുക. മുകളിൽ ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പ് കൂടി വരയ്ക്കണം. ഇനി കാല് വരയ്ക്കുക. ഇനി ഇതുപോലെ വരച്ചു കഴിയുമ്പോൾ എന്താകും? ഒരു ടേബിൾ ലാമ്പ് ആകും. T4 അറിയില്ലേ? T4 ടേബിൾ ലാമ്പ്. നമുക്കെഴുതാം TABLELAMP ടേബിൾ ലാമ്പ്. ഇനി നമുക്ക് യു ഉപയോഗിച്ചുള്ള ചിത്രമാണ് അടുത്തതായി വരയ്ക്കേണ്ടത്. യു ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു അംബ്രല്ലയാണ്, അതായത് കുട. കണ്ടില്ലേ? യു ഉപയോഗിച്ച് അംബ്രല്ല വരയ്ക്കുകയാണ്. U for umbrella. അങ്ങനെ അംബ്രല്ലയുടെ കാല് വരയ്ക്കുക. വളഞ്ഞൊരു പിടി കൂടെ വരയ്ക്കണം. ഇനി നമുക്ക് എഴുതാം UMBRELLA അംബ്രല്ല. ഇനി നമുക്ക് V ഉപയോഗിച്ച് എന്താണ് വരയ്ക്കാൻ പറ്റുക എന്ന് നോക്കാം. V ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു വാൻ ആണ്. വാൻ. ടയറുകൾ വരയ്ക്കുക. ഫാനിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. സൈഡ് മിറർ വരയ്ക്കുക. ഇനി നമുക്ക് എഴുതാം VAN വാൻ. V for വാൻ. ഇനി നമുക്ക് W ഉപയോഗിച്ച് നല്ലൊരു ചിത്രം വരയ്ക്കാം. W ഉപയോഗിച്ച് വരയ്ക്കുന്നത് എന്താണെന്നറിയാമോ? W ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് വുമണിനെയാണ്. വുമൺ. മുടിക്കെട്ട് വരച്ചു. പുരികം, കണ്ണുകൾ, മൂക്ക്, വായ, ചെവി, അപ്പുറത്തെ ചെവി, ഒരു ജിമിക്കി കമ്മൽ. അങ്ങനെ ഒരു ജോഡി ജിമിക്കി കമ്മലും വരച്ചു. കഴുത്ത് വരച്ചു. ഇനി മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ W ഉപയോഗിച്ച് ഒരു വുമണിനെ വരച്ചു. നമുക്കെഴുതാം WOMAN വുമൺ. ഇനി നമുക്ക് X ഉപയോഗിച്ച് എന്താണ് വരയ്ക്കാൻ പറ്റുക എന്ന് നോക്കാം. X ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് ഒരു നക്ഷത്രത്തെയാണ്.
അതായത് ഒരു ക്രിസ്മസ് നക്ഷത്രം. എക്സ്മസ് സ്റ്റാർ. കണ്ടോ? വളരെ ശ്രദ്ധിച്ച് വരച്ചാൽ മതി, എളുപ്പമാണ്. നമ്മളങ്ങനെ ഭംഗിയുള്ള എക്സ്മസ് സ്റ്റാർ വരച്ചു. ഇനി നമുക്ക് എഴുതാം എക്സ്മസ് സ്റ്റാർ. XMASSTAR. ഇനി നമുക്ക് Y ഉപയോഗിച്ച് യോഗ വരയ്ക്കാം. Y ഫോർ യോഗ. ഒരു കുട്ടി യോഗ ചെയ്യുകയാണ് കേട്ടോ. കണ്ണുകളൊക്കെ അടച്ചു പിടിച്ച് ഇതുപോലെ കാലുകൾ വരയ്ക്കണം. കൈ ഉയർത്തി വെച്ച് ഇരിക്കുകയാണ്. ഇരുഭാഗത്തെ കൈകളും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാം YOGA, യോഗ. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അവസാന അക്ഷരമായ Z ഉപയോഗിച്ചാണ് നമ്മൾ ഇനി ചിത്രം വരയ്ക്കുന്നത്. Z ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന ചിത്രം ഒരു സീബ്രയാണ്. സെഡിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ സീബ്രയുടെ തല വരയ്ക്കണം. ഇനി കുഞ്ചി രോമങ്ങൾ വരയ്ക്കുക. ഒരു കർവ് ലൈൻ താഴേക്ക് വരയ്ക്കണം. സെഡിൻ്റെ വാൽ ഭാഗത്തായിട്ട് കുറച്ചുകൂടെ പൊക്കിക്കൊണ്ട് ഒരു കർവ് ലൈൻ വരയ്ക്കണം. ഇനി കാല് വരയ്ക്കുക. ഒരു കാല് പൊക്കി വരയ്ക്കുക. വയറ് വരയ്ക്കുക. പുറകിലുള്ള കാല് വരയ്ക്കുക. അപ്പുറത്തെ സൈഡിലുള്ള കാലും വരയ്ക്കണം. ഇനി ഒരു വാലും വരയ്ക്കുക. ഇനി സീബ്രയുടെ ശരീരത്തുള്ള വരകൾ വരയ്ക്കണം. നമ്മളിപ്പോൾ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ചിത്രങ്ങളാണ് വരച്ചു പഠിച്ചത്. ക്ലാസ്സുകൾ ഇനിയും തുടരും. ഇനി നമ്മൾ മറ്റു പല കാര്യങ്ങളും ചിത്രരചനയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ സീബ്ര ഒരു പുൽമേട്ടിൽ നിൽക്കുകയാണ്. ഇനി സീബ്ര എന്ന് എഴുതാം. ZEBRA, സീബ്ര.